പരത്തുകയോ കുഴക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പഫ്സിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. നല്ല ലെയറോട് കൂടിയിട്ടുള്ള നല്ല മുരിഞ്ഞ പഫ്സ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് അതിനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഓയിലിൽ വേണമെങ്കിൽ ഓയിലും ചെയ്തെടുക്കാം കേട്ടോ. അതിലേക്ക് വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നില്ല. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചതച്ചത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഒരു പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് കറിവേപ്പില, അതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളക് ഞാൻ 1 എടുത്തിട്ടുള്ളൂ. അതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക. അതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം എരിവ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊരു 1/2 ടീസ്പൂണ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെയൊക്കെ കുത്തൽ, മസാലയുടെയൊക്കെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിലിട്ടിട്ട്. ഇത്രയും മസാലകളെ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഡ്രൈ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. മസാല ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ മുട്ട പഫ്സ് ആണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 പഫ്സാണ് മൊത്തത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1ൻ്റെ പകുതി എടുത്തിട്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഈ 3 മുട്ടയും 6 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു സമൂസ ലീവ്സ് ആണ് എടുക്കുന്നത്. സമൂസ ലീവ്സ് വെച്ചിട്ടാണ് നമ്മൾ ലെയറുകളുള്ള ഈ ഒരു പഫ്സ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ മൈദ വെച്ചിട്ട് തിക്കായിട്ടുള്ള ഒരു പശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാലകൾ ഞാൻ 6 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. ആദ്യം മുട്ടയൊന്ന് 6 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 3 സമൂസ ലീവ്സ് ഒരുമിച്ച് എടുക്കണം കേട്ടോ. ഒരു പഫ്സിലേക്ക് 3 സമൂസ ലീവ്സാണ് നമുക്ക് വേണ്ടത്. അത് ഇതുപോലെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല ലെയർ കിട്ടണമെന്നുണ്ടെങ്കിൽ 3 സമൂസ ലീവ്സ് തന്നെ ഒന്നിലേക്ക് വേണം കേട്ടോ. എന്നിട്ട് ഇതാ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു മൈദയുടെ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഈ ഒരു മസാല ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു മുട്ട പുഴുങ്ങിയതിൻ്റെ പകുതി അതും വെച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു കോണ് രീതിയിലൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ മൈദയുടെ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ 4 ഭാഗത്തു നിന്നും മടക്കി കൊടുത്തിട്ട് ആ പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് പഫ്സിൻ്റെ ഷേപ്പ് അറിയാമല്ലോ, 4 സ്ക്വയർ രീതിയിലല്ലേ ഉണ്ടാവുക, ആ രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്ത ശേഷം അടുത്ത 2 ഷീറ്റ് ഇതേപോലത്തെ 2 പീസ് എടുക്കുക. അതും ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ 4 ഭാഗത്തും പശ വെച്ച് ഒട്ടിച്ചിട്ട് ഇതേപോലെ തന്നെ കോണ രീതിയിൽ 4 സൈഡിൽ നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇതേ രീതിയിൽ അടുത്ത ഒരു ഷീറ്റ് കൂടെ ചെയ്യുക. അപ്പോൾ 3 ലെയറുള്ള പഫ്സായിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് 2 ലെയർ മതിയെങ്കിൽ ഈ രീതിയിൽ ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾ 3 ലെയർ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷീറ്റും കൂടെ ഇതുപോലെ ചെയ്യണം. അപ്പോൾ 2 ഷീറ്റിലോ അല്ലെങ്കിൽ 3 ഷീറ്റിലോ എന്തായാലും ചെയ്യണം. അപ്പോൾ ഞാൻ 3 ഷീറ്റിലാണ് ചെയ്തത്. എന്നാലും കറക്റ്റ് നമുക്ക് ആ പഫ്സിൻ്റെ പോലെ നല്ല ലെയറിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ അടുത്ത ഷീറ്റും എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ള 5ഉം ചെയ്തെടുക്കുക. എല്ലാം കൂടെ കാണിക്കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ രീതിയിൽ ബാക്കിയുള്ള 5ഉം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഉണ്ടാക്കാൻ വളരെ സിമ്പിളല്ല. നമ്മൾക്കിപ്പോൾ പഫ്സിനാണെന്നുണ്ടെങ്കിൽ കുറേ നേരം പരത്തിയിട്ട് അതിൽ ഓയിലോ അല്ലെങ്കിൽ ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ ലെയർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയല്ലേ. അല്ലെങ്കിൽ പിന്നെ പാസ്ട്രി വാങ്ങിക്കണം. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും, കുട്ടികളെ പറ്റിക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓയിൽ ചൂടാക്കി എടുത്ത ശേഷം അതിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചൂടായതിനു ശേഷം നമുക്കൊരു ചെറിയ തീയിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക.
എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ബാക്കിയുള്ള പഫ്സൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം നല്ല സിമ്പിളല്ലേ, കാണാൻ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഒറിജിനൽ പഫ്സ് പോലെ തന്നെ ഇരിക്കും, നല്ല ലെയറുകളും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പഫ്സൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇഫ്താറിനൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.